ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കിടെക്സ്. ഇറ്റ്സ് മീ വടകൻ. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിനെ കുറിച്ചാണ്. അതായത് NCSC എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ്. എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളതും എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് സയൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളും പാരൻസും ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് നടക്കാൻ പോകുന്നത് 32nd നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് ആണ്. സോ ഇത് നടത്തുന്നത് KSCSTE എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. സോ ഈ പ്രാവശ്യത്തെ ഫോക്കൽ ടീമിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ്, ഏത് ലെവലിലാണ് ഒരു കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റുമോ, അല്ല 5 കുട്ടികൾ വേണോ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ മക്കൾ ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പറയാനുള്ളത് ആരാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. ഇത് നടത്തുന്നത് കേരള സ്റ്റേറ്റ് നോഡൽ ഏജൻസി ഫോർ ദ നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഇത് എന്താക്കുന്നത്, കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റുഡൻസ്, അതായത് കുട്ടികൾക്ക് 17 വയസ്സ് വരെയുള്ള 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അത് കേരളത്തിലെ ഏതൊരു ഡിസ്ട്രിക്റ്റിലെ കുട്ടികൾക്കും നമുക്ക് ഇത് എന്താക്കാം, പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെല്ലാം ബാക്കി സംസ്ഥാനങ്ങൾ വരുന്നു, നമ്മളിപ്പോൾ മലയാളികളുടെ കേസിൽ വരുന്ന സമയത്ത് കേരളത്തിലേക്ക് വരുന്നു. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഈ പരിപാടി, എന്തിനാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് ചോദിക്കുന്നവരോട്, എ നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ യങ് സയന്റിസ്റ്റ് ടു എക്സ്പ്ലോർ, ഇന്നോവേറ്റ് ആൻഡ് പ്രസന്റ് ദ ഒറിജിനൽ റിസർച്ചേഴ്സ്. നമ്മൾ ഈ റിസർച്ച് പേപ്പറുകൾ ഉണ്ട് അല്ലേ, നമ്മളിപ്പോൾ സാധാരണ റിസർച്ച് പേപ്പർ എന്നൊക്കെ പറയുന്ന സാധനം കേൾക്കാറ് ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുന്ന സമയത്താണ് സാധാരണ കുട്ടികൾ കേൾക്കാറ്. എന്നാൽ അമേരിക്ക പോലത്തെ വലിയ വലിയ കൺട്രീസിലൊക്കെ ഈ പറയുന്ന റിസർച്ചിനെയൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിലെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ കുട്ടികളിൽ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. സോ അമേരിക്ക, ഫിൻലാൻഡ് ഒക്കെ പോലത്തെ ഈ പറയുന്ന സ്റ്റഡി സിസ്റ്റത്തിൽ, അവരുടെ സ്റ്റഡി സിസ്റ്റത്തിൽ അവരുടെ റിസർച്ചുകൾ ചെറുപ്പത്തിലേ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ ഈ പറയുന്ന NCSC എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും എന്ത് തന്നെയാണ് മക്കളെ, നമ്മളെ കുട്ടികൾ 10 വയസ്സുള്ള കുട്ടികൾ മുതൽ അവർക്ക് എന്താക്കാൻ പറ്റും, അതായത് 5ാം ക്ലാസ് 4ാം ക്ലാസ് ആ ഒരു പ്രായം മുതലേ കുട്ടികൾ റിസർച്ചസ് നടത്താൻ പോവുകയാണ്. എങ്ങനെയാണ് റിസർച്ചുകൾ നടത്തേണ്ടത്? അപ്പൊ റിസർച്ച് നടത്തുന്ന സമയത്ത് ഇവരുടെ ഡോക്യുമെന്റേഷൻ പാർട്ട് ആണെങ്കിലും, അല്ലാതെ ഇവർ ഡാറ്റ കളക്ഷൻ ആണെങ്കിലും, അതുപോലെ തന്നെ ഇതിന്റെ പ്രോബ്ലം ഫൈൻഡിങ് ആണെങ്കിലും, ഇതൊക്കെ ഇവർ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന NCSCക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾ വീണ്ടും അപ്കമിങ് ഡേയ്സിൽ അപ്കമിങ് സ്ലൈഡ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. സോ ഈ പ്രാവശ്യത്തെ ഫോക്കൽ തീം എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ്. നമ്മുടെ മെയിൻ തീം എന്ന് പറയുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിന് കുറച്ച് സബ് തീംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതാണ് സബ് തീംസ് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 5 സബ് തീംസ് ആണ് വരുന്നത്. ഒന്നാമത്തെ സബ് തീം എന്ന് പറയുന്നത് R5 ഫോർ വേസ്റ്റ് മാനേജ്മെന്റ്. രണ്ടാമത്തത് E ഫോർ എനർജി. നെക്സ്റ്റ് വാട്ടർ, അതുപോലെ തന്നെ ഇന്ത്യൻ നോളജ് സിസ്റ്റം, അതുപോലെ തന്നെ ഫുഡ്, അഗ്രികൾച്ചർ ആൻഡ് ഹെൽത്ത്. ഈ ഏതെങ്കിലും ഒരു തീമിലായിട്ട് വേണം നമ്മൾ ഈ പറയുന്ന എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നാണ് അവർ പറയപ്പെടുന്നത്. നെക്സ്റ്റ് മൂവിങ് ടു ദ ജേണി. എങ്ങനെയാണ് നാഷണൽ സ്റ്റേജ് വരെ നമ്മൾ എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. വരുന്ന ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നമ്മുടെ പ്രൊജക്റ്റിന്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ റിസർച്ചസും നമുക്ക് നടത്താനുള്ള റിസർച്ചസും ഒക്കെയാണ്. അതിനുശേഷം ഒക്ടോബർ 2025 ഡിസ്ട്രിക്ട് ലെവൽ കോൺഗ്രസ് നടക്കും. അതായത് 2024-25 ഒക്ടോബർ മാസത്തിലാണ് എന്ത് നടക്കാൻ പോകുന്നത്, ഇതിന്റെ ഡിസ്ട്രിക്ട് ലെവൽ. കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, തിരുവനന്തപുരം മലപ്പുറം ആണെങ്കിൽ മലപ്പുറം എന്നുള്ള രീതിയിൽ അവർ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ നടത്തും. ശേഷം നവംബറിൽ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനും, അതുപോലെ തന്നെ ഈ വർഷം തന്നെ ഡിസംബറിൽ നാഷണൽ ലെവൽ പ്രോഗ്രാമും നാഷണൽ ലെവൽ കോൺഗ്രസും നടക്കുന്നതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എങ്ങനെയാണ് പങ്കെടുക്കാൻ പറ്റുക? ഈ പറയുന്ന റിസർച്ചിലേക്ക് ചാടിക്കേറി ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ചേരാൻ പറ്റുമോ എന്നുള്ളവരോട് ഇവിടെ ശ്രദ്ധിക്കുക. ഒരു പ്രൊജക്റ്റിന് മിനിമം 2 ഗ്രൂപ്പ് ഓഫ് 2 സ്റ്റുഡൻസ് ആണ് വേണ്ടത്. 2 കുട്ടികൾ അടങ്ങുന്ന ടീമാണ്, മിനിമം അല്ല കേട്ടോ, 2 കുട്ടികൾ അടങ്ങുന്ന ഒരു ടീമാണ് നമുക്ക് വേണ്ടത്. സോ ഇവർ 2 പേരും കൂടിയും എന്താക്കണം, ഒരു ഗൈഡിന്റെ നേതൃത്വത്തിൽ, നമുക്കൊരു ടീച്ചറിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊജക്ട് ഗൈഡ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുട്ടികളാകുന്ന സമയത്ത് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളാകുന്ന സമയത്ത് അവർക്ക് ടീച്ചേഴ്സ് തന്നെ മതി. സോ ടീച്ചേഴ്സിനെ വെച്ചിട്ട് അവർ ഗൈഡുകളെ സെറ്റ് ചെയ്യണം. എന്നിട്ട് അവർ സബ്മിറ്റ് എ റിട്ടൺ പ്രൊജക്ട് റിപ്പോർട്ട് ഓൺ ദ ചൂസൺ സബ് തീം. നമ്മൾ ചൂസ് ചെയ്യുന്ന സബ് തീമിന്റെ അണ്ടറിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെയും ഇതിനെയും ഒക്കെ കണക്ട് ചെയ്ത രൂപത്തിൽ നമ്മളൊരു അടിപൊളി പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിന് ഓറൽ പ്രസന്റേഷൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഈ പറയുന്ന സാധനം ഓറൽ പ്രസന്റേഷൻ നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ
സെലക്ടഡ് ആയിട്ടുള്ള ഈ പറയുന്ന പ്രൊജക്ടുകൾക്കൊക്കെ എന്താവും ഓറൽ പ്രസന്റേഷൻസ് ഉണ്ടാവും. സോ അത് ഡിസ്ട്രിക്ട് ലെവലിലാണ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 2 കാറ്റഗറിയിലായിട്ടാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഒന്നാമത് ജൂനിയർ കാറ്റഗറിയാണ്, ദാറ്റ് ഈസ് ഏജ് 10 to 14 ആണ്. ഓക്കെ അല്ലേ? അതേസമയം സീനിയർ കാറ്റഗറി ഉണ്ട്, അത് 14 to 17 years ഓൾഡ് ആണ്. ഓക്കെ അല്ലേ? പിന്നെ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസിന് ഏജ് ലിമിറ്റേഷൻസ് ഇല്ല. അവർ എല്ലാവർക്കും പങ്കെടുക്കാം. അവർക്ക് തിളങ്ങാനുള്ള ഒരു അവസരം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ്. അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ വെബ്സൈറ്റിൽ പോവുക, ഇവരുടെ വെബ്സൈറ്റിൽ പോവുക, അതായത് നമ്മുടെ നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിന്റെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇവരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സാധിക്കുന്നതാണ്. അവരുടെ ഡെഡ് ലൈനിന് മുമ്പായിട്ട് എല്ലാ ടീമിനെയും രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് സബ് ടീം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ജേണിക്ക് ഇത് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള YIP പോലത്തെ, ഇൻസ്പയർ മാനക് അവാർഡ് പോലത്തെ, അതുപോലെ തന്നെ NCST പോലത്തെ അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഇറ്റ്സ് മീ സെലിൻ വാടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ, സീ യു ലേറ്റർ.